നമസ്കാരം. ഇന്നിതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കടൽക്ഷോഭം. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും തൃശൂരിലും കടലേറ്റമുണ്ടായി. ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിലാണ് കടലേറ്റമുണ്ടായത്. തൃശൂർ പെരിഞ്ഞനം ബീച്ചിൽ മത്സ്യബന്ധന സാമഗ്രികൾക്ക് കേടുപാടുണ്ടായി. തിരുവനന്തപുരം കരുംകുളത്ത് വീടുകളിൽ വെള്ളം കയറി. പൊഴിയൂരിൽ നിന്ന് MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും തൃശ്ശൂരിലുമാണ് വ്യാപകമായി കടലാക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. ഇതിന്റെ കാരണം എന്ത് എന്നുള്ളതാണ്. വേലിയേറ്റവും ഒപ്പം കടൽ ഉൾവലിയലും എന്ന തരത്തിലേക്ക് തന്നെയാണോ അത് വിശദീകരിക്കപ്പെടുന്നത്? സാഹചര്യം എങ്ങനെയാണ് ഈ ഇടങ്ങളിൽ? അനുജ, കടലാക്രമണം സ്വാഭാവിക നടപടി എന്നതാണ് പ്രധാനമായും കാലാവസ്ഥാ വകുപ്പ് അടക്കം പറയുന്നത്. ഇന്ന് രാത്രി 11:30 വരെ സംസ്ഥാനത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നതാണ് പ്രധാനമായും മുന്നറിയിപ്പിൽ പറയുന്ന കാര്യം. പക്ഷേ തിരുവനന്തപുരം ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ തീരമേഖലകളിലടക്കം രൂക്ഷമായ കടലാക്രമണമാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊഴിയൂരിലാണ്. ഈ പൊഴിയൂരിൽ തീരമേഖലകളോട് ചേർന്നുള്ള വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മത്സ്യത്തൊഴിലാളികളടക്കം ഇപ്പോഴും ഈ വീടുകൾ തന്നെയാണ് കഴിയുന്നത്. ഇവരെ ഇതുവരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. ആരും, ജനപ്രതിനിധികൾ പോലും ഇതുമായി ബന്ധപ്പെട്ട മാറ്റിപ്പാർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകുന്നതിനോ ഇവിടെ എത്തിയില്ല എന്നതാണ് പ്രധാനമായും പറയുന്നത്. ഈ തീരമേഖലയിലോട് ചേർന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന്റെ വീടാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഞങ്ങൾക്ക് വലിയ കടലാവൃസമായിട്ട് ഞങ്ങൾ കിടന്ന് വെള്ളത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞോ. ഞങ്ങൾ പിള്ളേരും വെള്ളത്തിലാണ്. വീടുകളിലൊക്കെ വെള്ളം കയറിയോ? വെള്ളം കയറി, വീടെല്ലാം വെള്ളം കയറി. ഈ കടലാക്രമണം ഉണ്ടാകുമെന്ന് ആരും വന്ന് പറഞ്ഞോ? അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഈ കടൽ കൂടുതൽ ഈ കരയിലേക്ക് കയറുകയാണ്? കടലിൽ ഇതുപോലെ ഏറി വന്ന് ഇതുപോലെ തന്നെ ഞങ്ങള് ഈ വെള്ളത്തിൽ തന്നെ കിടക്കണം. മാറി താമസിക്കുന്നില്ല? ഇപ്പോ ഇവിടെ ഒന്നും മാറി താമസിച്ചില്ല. ഞങ്ങള് ഇതുവരെയ്ക്കും ഇവിടെ തന്നെ ഉണ്ട്. ഈ പൊഴിയൂരിലുള്ള ഈ നാട്ടുകാരുടെയും ഒപ്പം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെയും അടക്കം പ്രതികരണം ഇതാണ്. കാരണം ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ ഇവർ തുടരുകയാണ്. ഇവരെ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന്റെ നടപടികൾ ഒന്നും തന്നെ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടത്തെ ഒരു ഗൌരവ സാഹചര്യം. കാരണം ഓരോ നിമിഷവും കൂടുതൽ വെള്ളം വീടുകളിലേക്ക് അടക്കം കയറി വരികയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കുടുംബങ്ങളെ അടക്കം ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാരടക്കം പറയുന്നത്. കണ്ടല്ലോ ഞങ്ങൾ ഇവിടെ കിടന്ന് ചാവയാണ് ചെയ്യുന്നത്. ഇതിനെ എന്ത് നോക്കാൻ വേണ്ടി ഒരു മുമ്പർമാരുണ്ടാ? ഞങ്ങളെ വോട്ട് ചോദിക്കാൻ വരുന്നല്ലേ? ഞങ്ങൾ പിള്ളേരെ, കൊച്ചു പിള്ളേരെ കൊണ്ട് എവിടെ പോകാൻ വേണ്ടി, ഏത് പള്ളിക്കൂടത്തിൽ എവിടെ പോയി കിടക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് അവർ ഒരുക്കി തരട്ടെ, ഞങ്ങൾ പോയി കിടക്കാം. അല്ലാണ്ട് ഇവർ 10 ലക്ഷം രൂപ കൊടുക്കുന്നു. അതുകൊണ്ട് എന്തിനും ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വേണം. 3 സെന്റ് സ്ഥലത്തും തികയില്ല. പിന്നെ വീട് വെക്കാൻ വേണ്ടി പാവങ്ങൾ എവിടെ പോകും? ഈ കടലാക്രമണത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി? മാറ്റി പാർപ്പിക്കാനൊന്നും ആരും വന്നിട്ടില്ല. ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ. എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി മുമ്പർമാരില്ല. വോട്ടിന് വേണ്ടി വരണം. ഇപ്പം പറയുന്നത് ഇവർക്കിടെ അടുത്ത മാസം വോട്ട്. ഈ മാസം 26-ാം തീയതി വോട്ട് വരുന്നു. അതിന് വേണ്ടിയല്ലേ വരണം. ഇവിടെ സ്ഥിരം ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടാകാറുണ്ടോ? കടലുണ്ടാവും. ഇവിടെ ആളെല്ലാം ചാവണ്, ഊരെല്ലാം പോയി, ചെട്ടെല്ലാം പോയി, എല്ലാം അളിക്കണം. ഇറക്കി ബാക്കി അവിടെ കുറിച്ച് വീട്ടിലൊക്കെ വെള്ളം കയറുന്നു. ഇതിപ്പോ ഇവിടെ വന്നിട്ട് 10-20 വർഷം കൊണ്ട് ഇതിങ്ങനെയാണ്. അപ്പൊ ഓരോ സൈഡായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കടലാക്രമണം. ഇതിന്റെ ഏറ്റവും ഒരൊറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇത് പണ്ടേന്ന് 10-20 വർഷം കൊണ്ട് ഇവർ പറയുന്നതാണ് ഹാർബർ എന്ന് പറയുന്ന സൊല്യൂഷൻ. ഈ ഹാർബർ വന്നാൽ മാത്രമേ ഈ കാണുന്ന 2 കിലോമീറ്റർ അവിടെയുള്ള തീരങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് അവർക്കറിയാം. പക്ഷെ ഇതൊന്നും നടക്കാറില്ല. ഇതിപ്പോ നിങ്ങൾ വരും, കുറെ കഴിഞ്ഞാൽ അവരും വരും, വന്നിട്ട് കറങ്ങിയിട്ട് പോകും. കുട്ടികളടക്കം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ തന്നെ തുടരുകയാണ്. ഇതിപ്പോ നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാനുള്ളതല്ലേ, ഈ തീരദേശം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. രണ്ട് പ്രാവശ്യം ഇപ്പൊ ഒരു ദിവസത്തേക്ക് കടലെടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ പണി നോക്കും. നമ്മുടെ ഇത് തീർന്ന് നമ്മൾ പോകും. ഇപ്പൊ ഇത്തിരി കഴിഞ്ഞാൽ കുറച്ച് രാഷ്ട്രീയക്കാർ വരും, അവർ വരും, അവർ കുറെ കാര്യങ്ങൾ പറയും, അവർ പോകും. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് നമുക്കൊന്നും പറയാനില്ല. ഇവിടുത്തെ സാഹചര്യം ഇതാണ്.
അനുജ, ഈ മത്സ്യത്തൊഴിലാളികളടക്കം പറയുന്ന കാര്യം ഇതാണ്. കാരണം കൃത്യമായൊരു മുന്നറിയിപ്പ് ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നേരത്തെയും ഈ തീര മേഖലയിലുള്ള കടലാക്രമണം, ഒപ്പം ഇവർക്ക് ഇവിടെ താമസിക്കാൻ ഒരു സുരക്ഷിതമില്ലായ്മ അടക്കം ജനപ്രതിനിധികളെ അടക്കം അറിയിച്ചതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു നടപടിയും ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ മത്സ്യത്തൊഴിലാളികളടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്ന ആവശ്യമാണ് എന്തായാലും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പൊഴിയൂരിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ പല തീരമേഖലകളിലും രൂക്ഷമായ തിരുവനന്തപുരം ജില്ലയിൽ പല മേഖലകളിലും രൂക്ഷമായ കടലാക്രമണം ഉണ്ടായിട്ടുണ്ട്. പൊഴിയൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നൽകിയത് പ്രതീഷ്. മനീഷ് മഹിബാലിലേക്ക് പോകുന്നു. ആലപ്പുഴയിലെ വിവരങ്ങളുമായി മനീഷ് ഉണ്ട് തത്സമയം. ആലപ്പുഴയിൽ മനീഷ്, പ്രധാനമായും പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് ഭാഗങ്ങളിലൊക്കെയാണ് കടലേറ്റം ഉണ്ടായിട്ടുള്ളത്. അവിടെയും ഇതേപോലെ തന്നെ ആളുകൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമാണോ? അനുജ, നിലവിൽ ജില്ലയിൽ ആദ്യം പുറക്കാട് ഉൾവലിഞ്ഞിരുന്നു. 10 ദിവസങ്ങൾക്ക് മുൻപും കടൽ ഉൾവലിഞ്ഞിരുന്നു. ഇനി 25 മീറ്ററാണ് പുറക്കാട് ഉൾവലിഞ്ഞത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പിന്നീട് കടൽ ആക്രമണം ഉണ്ടാകുന്നു. അതായത് വേലിയേറ്റത്തിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഒരു 1:30യോടുകൂടിയാണ് ജില്ലയിൽ അർത്തുങ്കൽ മുതൽ വലിയഴിക്കൽ വരെയുള്ള ഭാഗങ്ങൾ പലയിടങ്ങളിലും രൂക്ഷമായിട്ടുള്ള കടൽക്ഷോഭം ഉണ്ടായത്. അമ്പലപ്പുഴ, വളഞ്ഞവഴി, തോട്ടപ്പള്ളി, പുറക്കാട്, ചേർത്തല, വയലാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ആറാട്ടുപുഴയിലാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായത്. അവിടെ തൃക്കുന്നപ്പുഴയിൽ നിന്ന് ആറാട്ടുപുഴ വലിയഴിക്കിലേക്കുള്ള തീരദേശ റോഡിൽ ഗതാഗതം നിലവിൽ നിലച്ചിരിക്കുകയാണ്. ഈ കടൽ ഒഴുകി ഇറങ്ങി കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വന്ന് അങ്ങനെ അവിടെ മണൽ നിറഞ്ഞ് റോഡിൽ ഗതാഗതം നിലച്ച സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ പെരുമ്പള്ളി മുതൽ മംഗലം വരെയുള്ള ഭാഗമുണ്ട്. അത് ആറാട്ടുപുഴ പ്രദേശമാണ്. അവിടെയും പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കടലാക്രമണം ഇങ്ങനെ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ പല ദുർബല പ്രദേശങ്ങളിലും ജനജീവിതത്തെ സാരമായി അത് ബാധിക്കും. തീരദേശ റോഡുകളൊക്കെ തന്നെ നിലവിൽ ഈ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ റോഡല്ലാതെ ഉള്ള മറ്റു ചില റോഡുകളിലെ ഗതാഗതം നിലയ്ക്കും. ഒപ്പം തന്നെ ഈ ആറാട്ടുപുഴയിൽ ഇനിയും കടലാക്രമണം തുടർന്നാൽ, അതായത് വൈകുന്നേരവും രാത്രിയിലും കടലാക്രമണം ഉണ്ടായാൽ 100ഓളം വീടുകളിൽ വെള്ളം കയറും. അങ്ങനെ വെള്ളം കയറിയാൽ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വരും. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും. പക്ഷേ ഇതിനെപ്പറ്റി വിദഗ്ധർ പറയുന്നത് സ്വാഭാവികമായ നടപടി പ്രതിഭാസം എന്നാണ്. കാരണം രാവിലെ കടൽ ഉൾവലിഞ്ഞു, പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റം ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്ന സ്വാഭാവികമായ കടലാക്രമണമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ആലപ്പുഴ ജില്ലയിൽ പലയിടങ്ങളിലും ടെട്രോപാഡോ അല്ലെങ്കിൽ കടൽ ഭിത്തിയോ ഇല്ലാത്തത് അതിരൂക്ഷമായി കടലാക്രമണം ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അന്ധകാരനഴി തൊട്ട് അമ്പലപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലും ഈ കടൽ ഭിത്തിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കടലേറ്റം ഉണ്ടാകുമ്പോൾ കൂടി വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉള്ളപ്പോൾ ഇത്തരത്തിൽ കടൽക്ഷോഭം അല്ലെങ്കിൽ കടൽ രൂക്ഷമാകുമ്പോൾ, കടൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറും. അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറുകൾ നിർണായകമാണ്. ഈ രീതിയിൽ വേലിയേറ്റ സ്വഭാവത്തിന്റെ ഭാഗമായി ഇങ്ങനെ കടലാക്രമണം തുടർന്നാൽ അത് തീരദേശ മേഖലയിൽ ഒരുപാട് വീടുകളിൽ വെള്ളം കയറി അവർക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതേ സമാനമായ സാഹചര്യമാണ് തോട്ടപ്പള്ളിയിലുള്ളത്. തോട്ടപ്പള്ളിയിലും ഈ ഖനനത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതെ, ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറായി പ്രശ്നം അവിടെ ഉണ്ടല്ലോ. അങ്ങോട്ടേക്ക് അധികൃതർ ആരെങ്കിലും എത്തിയോ മനീഷ്? നിലവിൽ അധികൃതർ ആരും എത്തിയിട്ടില്ല. കാരണം ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷെ വൈകിട്ടോടുകൂടി തന്നെ ഈ കടലാക്രമണം അത് ശാന്ത സ്വഭാവത്തിലേക്ക് എത്തും. കടലാക്രമണം കുറയുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അതല്ലാത്ത സാഹചര്യമാണെങ്കിലായിരിക്കും കൂടുതൽ ആളുകൾ ഒഴിപ്പിക്കേണ്ടി വരിക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തോട്ടപ്പള്ളി മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ മണലെടുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ തീരെ ശോഷണം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും തൃക്കുന്നപ്പുഴ, പുറക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ കരിമണൽ ഖനനത്തിന്റെ ഭാഗമായി തന്നെ കുറച്ച് നാളുകളായി അവിടെ വേലിയേറ്റ സമയമാണെങ്കിലും വേലിയിറക്ക സമയമാണെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ കടലാക്രമണം ഉണ്ടാകുന്നുണ്ട്. അത് തീരെ ശോഷണം ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഈ വേലിയേറ്റ സ്വഭാവത്തിന്റെ ഭാഗമായി കടലാക്രമണം രൂക്ഷമാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർത്തുങ്കൽ മുതൽ ഏകദേശം ഈ വലിയഴിക്കൽ വരെയുള്ള ഭാഗത്ത് ഏകദേശം 12 സ്ഥലങ്ങളിൽ ഈ രീതിയിൽ കടലാക്രമണം ഉണ്ട്. രാവിലെ ഉൾവലിഞ്ഞ പുറക്കാട് നിലവിൽ 25 മീറ്റർ ആയിരുന്നു ഉൾവലിഞ്ഞത്. പക്ഷെ നിലവിൽ അത് സാധാരണ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ കടൽ എപ്പോഴാണോ പഴയ രീതിയിലേക്ക് എത്തിയത് ആ സമയത്താണ് സമീപ പ്രദേശങ്ങളിൽ ഈ രീതിയിൽ കടലാക്രമണം രൂക്ഷമായത്. അനുജ, അതാണ് ആലപ്പുഴയിൽ വിവിധ ഇടങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. അതിന്റെ തത്സമയ വിവരങ്ങളാണ് മനീഷ് മഹിബാൽ നൽകിയത്. ഒരിക്കൽ കൂടി പ്രതീഷിലേക്ക് പോകുന്നു. പ്രതീഷ്, നിലവിൽ ഈ ആരെങ്കിലും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇപ്പോൾ രാത്രി വരെയൊക്കെ ഒരുപക്ഷെ ഈ പ്രതിഭാസം തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും അധികൃതർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? ഇവരുടെ ആശങ്കയ്ക്ക്
തൽക്കാലത്തേക്കെങ്കിലും പരിഹാരത്തിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അനുജ, കടലാക്രമണം ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഈ പൊഴിയൂർ മേഖലയിൽ ഇതുവരെയും ജനപ്രതിനിധികളോ മറ്റാരും തന്നെ എത്തിയിട്ടില്ല. ഈ കടലാക്രമണം അതിരൂക്ഷമായ മേഖലയിൽ തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികളടക്കം ഇപ്പോഴും കഴിയുന്നത്. ഈ കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുള്ള നടപടികളൊന്നും തന്നെ ഇവിടെ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഓരോ മിനിറ്റുകളിലും കടലാക്രമണം അല്ലെങ്കിൽ ഉയർന്ന തിരമാലകൾ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്നൊരു ആവശ്യമാണ് പൊതുവായി ഉയരുന്നത്. കാരണം ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രധാനമായും പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ രാത്രി ഈ നിലയിൽ തുടരാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവരെ ക്യാമ്പുകളിലേക്കും മറ്റിടങ്ങളിലേക്കും മാറ്റണം എന്നതാണ് ഇവരടക്കം പറയുന്ന കാര്യം. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ കടലാക്രമണം ഒപ്പം ഈ തീരശോഷണം അടക്കം ഈ മേഖലകളിൽ തുടരുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ അധികാരികളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും തങ്ങളുടെ ആശങ്കകളും അടക്കം ഇവർ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയോ ഇടപെടലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേഖലകളിൽ കൃത്യമായ കടൽഭിത്തികൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇത്രത്തോളം കടലാക്രമണം ഈ മേഖലകളിൽ രൂക്ഷമാകുന്നതും വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യവും ഈ മേഖലയിൽ ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം ശക്തമായ കടൽഭിത്തിയോ പാർശ്വഭിത്തിയോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ശക്തമായ തിരമാലകൾ ഉണ്ടാകുമ്പോൾ ഈ തിരമാലകൾ നേരെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ വീട്ടിലേക്കാണ് ഈ തിരമാലകൾ ഇരച്ചു കയറുന്നതും വീടിനുള്ളിൽ വെള്ളം കയറുന്ന ശക്തമായ തിരമാലകൾ അടിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനവും അവിടെ ഇല്ല. അത് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നതാണ് തീരമേഖലയിൽ താമസിക്കുന്നവർ പറയുന്നത്. തൃശ്ശൂരിലേക്ക് കൂടി പോകുന്നു. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി. സൂരജ്, തൃശ്ശൂരിൽ പെരിഞ്ഞനം ബീച്ചിലൊക്കെ മത്സ്യബന്ധന സാമഗ്രികൾക്ക് കേടുപാടുണ്ടായി എന്ന വിവരം. മറ്റെവിടെയൊക്കെയാണ് കടലാക്രമണം നാശമുണ്ടാക്കിയിട്ടുള്ളത്? അത് ഏത് തരത്തിലാണ്? അനുജ, പെരിഞ്ഞനം സമിതി ബീച്ച് അതുപോലെ തന്നെ കയ്പമംഗലം വഞ്ചിപ്പുര തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോൾ ഈ കടലേറ്റം രൂക്ഷമായി തുടരുന്നത്. ഈ മേഖലയിലെല്ലാം തന്നെ ഈ കടൽഭിത്തി അടക്കമുള്ള മേഖലയാണ്. പക്ഷേ ഈ കടൽഭിത്തിയും കടന്ന ഈ തിരമാലകൾ എത്തുന്നു എന്നുള്ളതാണ് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇതേ നിലയിൽ തിരമാല ആക്രമണം രൂക്ഷമായി തുടർന്നു കഴിഞ്ഞാൽ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറും എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. രാവിലെയാണ് ഈ കമ്പനിക്കടവ് ഭാഗത്ത് ഈ കടലിൽ ചുഴലി ഉൾപ്പെടെ ഈ മത്സ്യബന്ധന തൊഴിലാളികൾ കണ്ടിരുന്നു. ആ സമയത്ത് ഇവർ ചെറിയ രീതിയിൽ ആശങ്ക ഉണ്ടായിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് ഇവരും കരുതിയിരുന്നില്ല. ഈ സമയത്താണ് ഈ തീര മേഖലയിലേക്ക് ഇത്തരത്തിൽ ഈ കടൽക്ഷോഭം ഉണ്ടാകുന്നത്. പിന്നീട് ഈ വള്ളം ഈ തിരമാല അടിച്ചു കയറി നശിക്കുകയായിരുന്നു. വള്ളവും വലയും അടക്കം നശിച്ചു എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. പിന്നീട് കൂടുതൽ തൊഴിലാളികൾ എത്തി വള്ളവും അതുപോലെ തന്നെ വലയും എല്ലാം ഇവിടെ നിന്ന് മാറ്റിയത് കൊണ്ടാണ് വലിയ ഒരു നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നതെന്നുള്ളതാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതേ നിലയ്ക്ക് രാത്രിയും ഇത്തരത്തിൽ കടലാക്രമണം തുടരുകയാണെങ്കിൽ ഇവിടെ നിന്ന് പ്രദേശത്തു നിന്ന് ആളുകൾ മാറ്റിപ്പാർപ്പിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോയേക്കും എന്നൊരു ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അനുജ, തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് സൂരജ് സജി നൽകിയത്. അവിടെ പ്രധാനമായും മത്സ്യബന്ധന സാമഗ്രികൾക്ക് കേടുപാട് ഉണ്ടായിട്ടുണ്ട്. പെരിഞ്ഞനം ബീച്ചിൽ അതുപോലെ സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും സംസ്ഥാനത്ത് ഈ തരത്തിലേക്ക് കടൽക്ഷോഭം ഉണ്ടാകുന്നു. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് പ്രധാനമായി കടലേറ്റം ഉണ്ടായിട്ടുള്ളത്. അതിൽ ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞവടി, ചേർത്തല, പള്ളിത്തോട് ഭാഗങ്ങളിൽ കടലേറ്റമുണ്ടായി വീടുകളിൽ വെള്ളം കയറുന്നു. തിരുവനന്തപുരത്ത് കരിംകുളത്തും പൊഴിയൂരിലുമൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ്. തിരമാലകളെ തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനവും അവർക്കില്ല എന്നുള്ള പരാതി പറയുന്നു. നിലവിൽ അധികൃതരാരും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതിലൊന്നും വ്യക്തതയായിട്ടുമില്ല. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയെ കുത്തിക്കൊന്നു. നിരപ്പ് സ്വദേശി സിംന സക്കീറാണ് മരിച്ചത്. ആക്രമണം നടത്തിയ ഷാഹുൽ അലിയെ പോലീസ് പിടികൂടി. കൊലപാതക കാരണം വ്യക്തമല്ല. ചികിത്സയിലുള്ള പിതാവിനെ കാണാനാണ് സിംന ആശുപത്രിയിലെത്തിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, എന്തിനാണ് ഇയാൾ ഈ പാതകം ചെയ്തത് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചോ? അനുജ, ഇന്ന് 3 മണിയോടുകൂടിയാണ് ഈ നാടിനെ നടുക്കിയ ഈ കൊലപാതകം ഉണ്ടായത്. ഈ കാണുന്ന മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലായിരുന്നു കൊലപാതകം. നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കൊല്ലപ്പെട്ട സിംനയും അതോടൊപ്പം തന്നെ ഈ പ്രതി ഷാഹുൽ അലിയും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു. ഇരുവരും അടുത്ത താമസിച്ചിരുന്നു. ഈ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ നിരന്തരം ഈ വീട്ടിലെത്തി ശല്യം ചെയ്യുന്ന സംഭവം ഉണ്ടായതായി കൊല്ലപ്പെട്ട സിംനയുടെ സഹോദരൻ നിലവിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ പരാതി നൽകാൻ ആദ്യഘട്ടത്തിൽ
പരാതി നൽകാൻ സഹോദരിയുടെ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ കുടുംബവുമായി ജീവിക്കുന്ന ആളല്ലേ പരാതി നൽകേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ നിരന്തരം ശല്യം തുടർന്ന ഘട്ടത്തിൽ പരാതി നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ അതിൽ നിന്നുള്ളൊരു പ്രകോപനമാകാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ ഈ കൊല്ലപ്പെട്ട സിംലയുടെ ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ പരിശോധന നടത്തുകയാണ്. ഇവർ തമ്മിൽ പരിചയമുണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നു. എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് ഈ സംഭവം ഉണ്ടാകാനുള്ള കാരണം പോലീസ് വിശദമായി പരിശോധിക്കുന്നു. ഇയാൾ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വന്നു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. കാരണം കത്തി കയ്യിലുണ്ടായിരുന്നു. സിംനയുടെ പിതാവ് ഈ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സിംന പിതാവിനെ കാണുന്നതിന് വേണ്ടിയാണ് എത്തിയത്. ഇതിനിടയിലാണ് ഇയാൾ പിന്തുടർന്നെത്തി സിംനയെ അതിക്രൂരമായി കഴുത്തിലും അതോടൊപ്പം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുത്തി പരിക്കേൽപ്പിച്ചത്. പിന്നീട് അയാൾ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അതിസാഹസികമായി പിടികൂടിയത്. ഇയാൾ കുറ്റം ഉൾപ്പെടെ സമ്മതിച്ചിട്ടുണ്ട്. ഇനി എന്താണ് കാരണം, കൃത്യമായ കാരണം എന്ത് എന്നുള്ളതാണ് കണ്ടെത്താനുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. സിംനയുടെ മൃതദേഹം ഈ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇരുവരും വിവാഹിതരാണ് എന്നും നിലവിൽ വിവരം ലഭിക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ ഈ കൊല്ലപ്പെട്ട പ്രതി സിംന താമസിക്കുന്ന വീട്ടിൽ ഉൾപ്പെടെ എത്തി വീട് ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മദ്യപിച്ച് എത്തി. അന്ന് പരാതി നൽകിയിരുന്നില്ല. പക്ഷേ ഈ സംഭവം തുടർച്ചയായി ഇത്തരത്തിലുള്ള പെരുമാറ്റം ഇയാളുടെ ഭാഗത്തുണ്ടായപ്പോഴാണ് പരാതി നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ അതിൽ നിന്നുള്ള പ്രകോപനമായിരിക്കാം ഈ സംഭവം ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ പോലീസിന്റെ പരിശോധന തുടരുകയാണ് കാരണം കണ്ടെത്താനുള്ള. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലാണ് ദാരുണ സംഭവം ഉണ്ടായത്. യുവതിയെ കുത്തിക്കൊന്നു. സിംന സക്കീറാണ് മരണമടഞ്ഞത്. ഷാഹുൽ അലിയാണ് ആക്രമണം നടത്തിയത്. അയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. എന്താണ് കാരണമെന്നത് വ്യക്തമല്ല. എന്നാൽ മുൻപും സഹോദരിയെ ഇയാൾ ശല്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് സഹോദരൻ നൽകിയിട്ടുള്ളത്. വീട്ടിലൊക്കെ ചെന്ന് ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിന് പിന്നിലേക്ക് നയിച്ച കാരണം എന്ത് എന്നുള്ളതിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ഐക്യത്തോടെ ഇന്ത്യ സഖ്യം. കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ വേട്ട ഉയർത്തിക്കാട്ടി ഇന്ത്യ സഖ്യം ഡൽഹിയിൽ നടത്തിയ മഹാറാലി പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടനമായി മാറി. രാജ്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ത്യ സഖ്യം നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. നവഭാരത നിർമ്മാണത്തിനായി പിന്തുണ തേടിയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ വായിച്ചു. 28 പ്രതിപക്ഷ പാർട്ടികൾ റാലിയിൽ അണിനിരന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടിയിൽ മോദി സർക്കാരിനെതിരെ ശക്തമായ സന്ദേശമാണ് ഇന്ത്യ സഖ്യം രാംലീല മൈതാനത്ത് നൽകിയത്. ചരിത്രപ്രസിദ്ധമായ രാംലീല മൈതാനത്ത് 28 പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ അണിനിരന്നു. ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിനു ശേഷം ആദ്യമായാണ് മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളിലെയും നേതാക്കൾ ഒരുമിച്ച് വേദി പങ്കിട്ടത്. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും നേതാക്കൾ കടന്നാക്രമിച്ചു. ലോക്സഭയിൽ 400 സീറ്റുകൾക്കായി BJP കോർപ്പറേറ്റുകളുമായി ഒത്തുകളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. कोई मामूली चुनाव नहीं है. ये चुनाव हिंदुस्तान को बचाने का, संविधान को बचाने का और जो गरीबों का हक है, किसानों का हक है, पिछड़े वर्गों का, दलितों का, आदिवासियों का, गरीब जनरल कास्ट के लोगों का हक है. BJP ഒരു വട്ടം കൂടി അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് തീ പടരും. ഇത് ഭാരതത്തെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്നും രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയെ എല്ലാം ഉണ്ടായിട്ടും പരാജയപ്പെട്ട രാവണനോട് ഉപമിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. हर साल दशहरे के दिन यहाँ इसी मैदान में रावण के पुतले का दहन होता है. मैं छोटी थी तो अपनी दादी जी इंदिरा जी के साथ आती थी. उनके पैरों के पास जमीन पर बैठ के देखती थी. उन्होंने हमारे देश की ये प्राचीन, हजारों वर्ष प्राचीन गाथा जो रामायण है, भगवान राम जी की जीवन गाथा मुझे सुनाई. आज जो सत्ता में है वे अपने आप को राम भक्त कहलाते हैं. ED കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ വേദിയിൽ വായിച്ചു. വോട്ട് വേണമെന്നല്ല, പുതിയ ഭാരതത്തെ നിർമ്മിക്കണമെന്നാണ് താൻ ആവശ്യപ്പെടുന്നതെന്ന് കെജ്രിവാൾ. आपके केजरीवाल शेर है, शेर. ये ज्यादा दिन तक उनको जेल में नहीं रख पाएंगे. करोड़ों लोगों के दिल में बसते हैं केजरीवाल. भारत में ये तानाशाही नहीं चलेगी.
हम लड़ेंगे, जीतेंगे। इंडिया अलायंस के लोगों का भी, साथियों का तहे दिल से धन्यवाद करती हूं कि इस घड़ी में आप सब हमारे साथ खड़े हैं। സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ഫറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി, ശരത് പവാർ, സീതാറാം യെച്ചൂരി, അഖിലേഷ് യാദവ്, ഡെറിക് ഒബ്രൈൻ, കൽപ്പന സോറൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. P2C 28 കോടികൾ ചേർത്ത് പിടിച്ച രാംലീല മൈതാനത്തെ മഹാറാലിക്ക് പ്രതിപക്ഷ ആണികളെ ആവേശം കൊള്ളിക്കാനായി ഇന്ത്യ സഖ്യം കൈകൾ ചേർത്ത് പിടിച്ച് ഇനി അധികാരമേറുമോ എന്നാണ് കണ്ടറിയാനുള്ളത്. ഡൽഹി രാംലീല മൈതാനത്തു നിന്നും ടീം 24 ഡൽഹി. അഴിമതിക്കാരുടെ സഖ്യമാണ് പ്രതിപക്ഷ മുന്നണിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഴിമതിക്കാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നതിൽ ചിലർ പരിഭ്രാന്തരാണ്. എന്നാൽ ഇവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് പോലും ജാമ്യം ലഭിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക് വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ നാളെ ഉത്തരവുണ്ടാകും എന്നുള്ളതാണ്. അധികമായി കടമെടുക്കാനുള്ള കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയിലാണ് നാളെ സുപ്രീം കോടതി ഉത്തരവിടാൻ പോകുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് നാളെ ഉത്തരവിടുക. വളരെ നിർണായകമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. പരസ്പരം പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് മുന്നണികൾ മതചിഹ്നം ഉപയോഗിക്കുന്നു, ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നിങ്ങനെയാണ് പരാതികൾ. ആലത്തൂരിൽ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു. പ്രചാരണ വേദികളിൽ പൗരത്വ ഭേദഗതിയും കേന്ദ്ര ഏജൻസികളും തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ഇൻസൈറ്റ് മീഡിയ സിറ്റി ഡയറക്ടറും ഗോകുലം ഗ്രൂപ്പ് വൈസ് ചെയർമാനുമായ VC പ്രവീണിന്റെ മാതാവ് VC ലീലാവതിയുടെ മൃതദേഹം സംസ്കരിച്ചു. കണ്ണൂരിലെ വീട്ടിലെത്തി 24 ചീഫ് എഡിറ്ററും ഫ്ലവേഴ്സ് MDയുമായ R ശ്രീകണ്ഠൻ നായർ ആദരാഞ്ജലി അർപ്പിച്ചു. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം എന്നിവരും ആദരാഞ്ജലി അർപ്പിച്ചു. സോജ ഗംഗാധരൻ, ലതാ രാധാകൃഷ്ണൻ എന്നിവരാണ് ലീലാവതിയുടെ മറ്റു മക്കൾ. ഗോകുലം ഗ്രൂപ്പ് ഡയറക്ടർ ലിജിഷ പ്രവീൺ മരുമകളാണ്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഇന്ന് സംഭവിച്ചതുമായി TK റീജിത്ത്. നമസ്കാരം.